ലേഖനം സക്കാത്തിൻ്റെ അവകാശികൾ പുനർവിചിന്തനത്തിൻ്റെ ആവശ്യകത. ഡോക്ടർ അലി മുഹീദ്ദീൻ ഖർദാവി. സക്കാത്ത് മുതലുകൾ അതിൻ്റെ അവകാശികളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനു വേണ്ടി ചിലവഴിക്കുക, സ്ഥാപനത്തിൻ്റെ ഭരണപരമായ ചെലവുകൾക്ക് വേണ്ടിയും ഇതര ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുക എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശർഈ വിധി അഥവാ ഫത്വ ചോദിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കേരളത്തിലെ സക്കാത്ത് ഹൗസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിൽ പറയുന്നു, ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിൽ ഔദ്യോഗിക അംഗീകാരമുള്ളതും എന്നാൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായവും സ്വീകരിക്കാത്തതുമായ പ്രൈവറ്റ് സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഭവന നിർമ്മാണം, ചികിത്സ, വിദ്യാഭ്യാസം, ഋണബാധിതർക്കുള്ള സഹായം, വയോവൃദ്ധർക്ക് നൽകുന്ന സഹായം, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയ സക്കാത്തിൻ്റെ അവകാശികളിലാണ് സക്കാത്ത് വിനിയോഗിക്കുന്നത്. വരുമാനത്തിൽ നിന്നുള്ള 5% ഓഫീസ് ചെലവുകൾ, ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ലഘുലേഖ പ്രസിദ്ധീകരണം, പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കും ചെലവഴിക്കുന്നു. മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്ക് സക്കാത്ത് മുതൽ വിനിയോഗിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം അറിയാൻ താൽപ്പര്യമുണ്ട്. മറുപടി: സക്കാത്ത് ആർക്കെല്ലാമാണ് വിതരണം ചെയ്യുകയെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 8 ഇനങ്ങളിലാണ് അതിനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. സക്കാത്ത് മുതലുകൾ പാവങ്ങൾ, അഗതികൾ, സക്കാത്ത് ജോലിക്കാർ, മനസ്സുകൾ ഇണക്കപ്പെടേണ്ടവർ എന്നിവർക്കും അടിമത്ത മോചനത്തിനും കടക്കാരെ സഹായിക്കുന്നതിനും ദൈവിക മാർഗത്തിലും സഞ്ചാരികളെ സേവിക്കുന്നതിനും മാത്രമാണ് വിനിയോഗിക്കേണ്ടത്. ഇത് അള്ളാഹു നിർദ്ദേശിച്ച ഒരു നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹു സകലതും അറിയുന്നവനും യുക്തിമാനുമല്ലോ. സൂറ അത്തൗബ 60. ഈ സൂക്തത്തിൽ പറഞ്ഞ അവകാശികളിൽ ഫക്കീർ, മിസ്കീൻ, കടക്കാർ, അടിമമോചനം, വഴിയാത്രക്കാർ, ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ എന്നിവരെ പോലെ വ്യക്തിപരമായ ആവശ്യക്കാരും ഫീ സബീലില്ലാഹ് എന്ന പ്രയോഗത്തിൽപ്പെടുന്ന പൊതു താൽപ്പര്യങ്ങളും ഉൾപ്പെടും. അൽ ആമിലീന അലൈഹ എന്ന വകുപ്പിലാണ് ഓഫീസ് ചെലവുകൾ പെടുക. പൂർവികരും ആധുനികരുമായ നല്ലൊരു വിഭാഗം സൂക്ഷ്മദർക്കുകളായ പണ്ഡിതന്മാർ ഈ അഭിപ്രായക്കാരാണ്. ഖാദി ഇയാദിൽ നിന്ന് ഇമാം നവവി ഉദ്ധരിക്കുന്നു, ചില പണ്ഡിതന്മാർ സക്കാത്ത് പൊതു താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം കാസാനി ഈ അഭിപ്രായത്തിനാണ് മുൻഗണന നൽകുന്നത്. 2. ഖുർആനിലെ ചില പ്രയോഗങ്ങൾ സ്ഥലകാല മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ ഇജ്തിഹാദുകൾക്കും സാധ്യത നൽകുന്നു എന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ശരീഅത്തിന്റെ പൂർണ്ണതയും ശാശ്വതികതയും നൈരന്തര്യവും തന്മൂലം ഉറപ്പാകുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മികച്ചു നിൽക്കുന്നത് സക്കാത്ത് മുതലുകൾ അനാഥകൾ, വിധവകൾ എന്നിവർക്കും നൽകാമെന്നാണ്. അവർ ദരിദ്രരും അഗതികളുമാകണമെന്ന് മാത്രം. അഥവാ അവരുടെ കയ്യിലുള്ള ധനം അനന്തരാവകാശമായി ലഭിച്ചതും അല്ലാത്തതും, വിദ്യാഭ്യാസം, വീട്, വസ്ത്രം, അനുയോജ്യമായ ഭക്ഷണം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമല്ലെങ്കിൽ അവരും ഖുർആൻ പ്രസ്താവിച്ച ചെലവിനങ്ങൾ, മസാരിഫ് അതിൽ ഉൾപ്പെടും. മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് നൽകുന്നതാകും മറ്റ് സാധാരണ ദരിദ്രർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹം. കാരണം അവർ പിഴച്ചു പോകാനും വഴിതെറ്റാനും കൂടുതൽ സാധ്യതയുണ്ട്. 3. വിശ്വാസ്യതയുള്ള ചാരിറ്റി സൊസൈറ്റികൾ മുഖേന സക്കാത്തിന്റെ ഒരു വിഹിതം നീക്കിവെക്കാവുന്നതാണ്. ഭവന നിർമ്മാണം, രോഗചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, കടം വീട്ടൽ, വയോവൃദ്ധർക്കുള്ള സഹായം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അവ നീക്കിവെക്കാം. ഖുർആനിൽ പറഞ്ഞ 8 ഇനങ്ങളിൽ ഇവർ ഉൾപ്പെടും. അവർ ഞെരുക്കക്കാരും കടക്കാരും രോഗികളും അധ്വാനിക്കാൻ കഴിയാത്തവരും തനിക്ക് ആവശ്യമായത്ര വരുമാനമില്ലാത്തവരുമാണെങ്കിൽ അവരുടെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് സക്കാത്തിൽ നിന്ന് കൊടുക്കാം. കാരണം അവരുടെ ഇത്തരം ആവശ്യങ്ങൾ ഭക്ഷണം, വസ്ത്രം, പാനീയം പോലുള്ള ആവശ്യങ്ങളെക്കാൾ ഒട്ടും അപ്രധാനമല്ല. സക്കാത്ത് നൽകപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് എല്ലാത്തരം അവകാശികൾക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് എനിക്ക് സക്കാത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി തിരുമേനിയുടെ മറുപടി, സക്കാത്ത് വിഷയത്തിൽ ഒരു പ്രവാചകന്റെയോ മറ്റാരുടെയോ തീരുമാനം അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ തന്നെയാണത് തീരുമാനിച്ചത്. അങ്ങനെ അവൻ അത് 8 ഇനമാക്കി തിരിച്ചിരിക്കുകയാണ്. അതിൽ നീ പെടുകയാണെങ്കിൽ ഞാൻ നിനക്ക് തരാം. അതിനാൽ തന്നെ സക്കാത്ത് ധനികർക്കും ജോലി ചെയ്യാൻ കഴിവുള്ളവർക്കും നൽകരുതെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുന്നുണ്ട്. 4. സക്കാത്ത് മുതലുകളിലെ ഒരു വിഹിതം വിശ്വസ്തതയുള്ള ചാരിറ്റി സൊസൈറ്റികൾ മുഖേന ദരിദ്രർക്കും മറ്റാവശ്യക്കാർക്കും പ്രയോജനപ്പെടുന്ന വിധം സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാവുന്നതാണ്.
കുടിവെള്ളത്തിന് വേണ്ടി കിണറുകൾ കുഴിക്കുക പോലുള്ള പ്രൊജക്റ്റുകൾ ഉദാഹരണം. ഇത്തരം സേവനങ്ങൾ സക്കാത്തിന്റെ അവകാശികൾക്ക് മാത്രമാകണം. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ പ്രയോജനം സക്കാത്തിന്റെ അവകാശികൾക്ക് ലഭിക്കുന്നതാകണം. അടിസ്ഥാന വസ്തു സക്കാത്തിന്റെ അവകാശികളുടെ ഉടമയിൽ വൈത്തു സക്കാത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കേണ്ടതാണ്. 5 ദഅ്വാ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കും വേണ്ടി ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുക, പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക എന്നിവയ്ക്കെല്ലാം സക്കാത്തിൽ നിന്നൊരു വിഹിതം നീക്കിവെക്കാവുന്നതാണ്. ഫീ സബീലില്ല അഥവാ ദൈവമാർഗത്തിൽ എന്ന് പറഞ്ഞ സക്കാത്തിന്റെ അവകാശികളിൽ അവ ഉൾപ്പെടും. എന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ദഅ്വ ഉദ്ദേശത്തോടെ ആയിരിക്കണം. ഇമാം റാസി പറയുന്നു, ഫീ സബീലില്ല എന്ന ദൈവവാക്യം യോദ്ധാക്കളിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. ഇമാം ഖഫാൽ ചില കർമ്മശാസ്ത്ര പണ്ഡിതരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, എല്ലാ നല്ല കാര്യങ്ങൾക്കും സക്കാത്തുകൾ ചെലവഴിക്കുന്നത് പണ്ഡിതന്മാർ അനുവദിച്ചിരിക്കുന്നു. മയ്യത്ത് കഫൻ ചെയ്യുക, പാലങ്ങൾ നിർമ്മിക്കുക, പള്ളി പരിപാലിക്കുക എന്നിവയെല്ലാം അതിൽപ്പെടും. കാരണം ഫീ സബീലില്ല എന്ന അള്ളാഹുവിൻ്റെ വാക്യം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ഇത്രയേറെ വിശാലമാക്കണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. അതേസമയം യോദ്ധാക്കളിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്നും നാം പറയുന്നില്ല. ഒരു മധ്യമ നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. അഥവാ പ്രബോധനപരമായ എല്ലാ കാര്യങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. ലോക സക്കാത്ത് വേദി ചില സക്കാത്തുകൾ പള്ളികളുടെയും ഇസ്ലാമിക് സെന്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുടെയും ദഅ്വാ പ്രൊജക്ടുകളുടെയും ആവശ്യാർത്ഥം ചില സക്കാത്തുകൾ ഉപയോഗപ്പെടുത്താമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വിഷയമാണിത്. അത്യാവശ്യത്തിന് മാത്രമായിരിക്കണം. സക്കാത്ത് കൈകാര്യം ചെയ്യുന്നവർ അതീവ സൂക്ഷ്മാലുകളാകണം. അവകാശികൾക്കല്ലാതെ അത് വിനിയോഗിക്കരുത്. 6 ഓഫീസ് പ്രവർത്തനങ്ങൾ, കെട്ടിട വാടക, ഉദ്യോഗസ്ഥരുടെ ശമ്പളം എന്നിവ സക്കാത്ത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാവുന്നതാണ്. കാരണം അൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞതിൽ അവർ തീർച്ചയായും ഉൾപ്പെടും. എന്നാൽ ആവശ്യത്തിന്റെ തോതനുസരിച്ച് മാത്രമാകണം അത്. എൻ്റെ അഭിപ്രായത്തിൽ ഓഫീസ് ആവശ്യങ്ങൾക്കും സക്കാത്ത് പിരിക്കുന്നതിനും ചെലവഴിക്കുന്നതിനും വേണ്ട ചെലവുകൾ 12% ഒരിക്കലും അധികരിക്കരുത് എന്നാണ്. അഥവാ 8/1. ഇതിലധികം സക്കാത്ത് ഫണ്ടിൽ നിന്ന് എടുക്കുന്നത് ശരിയല്ല. നമ്മുടെ ഈ ഫണ്ട് ഫത്വ ആധുനിക അക്കാദമികളുടെയും സക്കാത്ത് വിഷയങ്ങൾക്കായുള്ള ലോക പണ്ഡിതവേദിയുടെ വിവിധ ഫത്വകളുടെയും അടിസ്ഥാനത്തിലാണ്. അവ തയ്യാറാക്കുന്നതിലും അവയുടെ പ്രമേയങ്ങളും അഭിപ്രായങ്ങളും രൂപപ്പെടുത്തുന്നതിലും ഈ ഉള്ളവൻ പങ്കെടുത്തിട്ടുണ്ട്. വിവർത്തനം വി കെ അലി. ഡോക്ടർ യൂസുഫുൽ ഖർളാവി ലോക ഇസ്ലാമിക പണ്ഡിതവേദിയുടെ അധ്യക്ഷനായിരുന്ന കാലത്ത് ഡോക്ടർ അലി മൊഹീദ്ദീൻ ഖർദാഗി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഖർദാവിയുടെ വിയോഗാനന്തരം ഇപ്പോൾ ഡോക്ടർ അലി ഖർദാഗിയാണ് പണ്ഡിതവേദിയുടെ അമരക്കാരൻ. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ അദ്ദേഹം മുസ്ലിം ലോകത്ത് പൊതു സ്വീകാര്യതയുള്ള പണ്ഡിതന്മാരിൽ ഒരാളാണ്.